മലനാട് ഡാർഫിന് ഒരിക്കൽ ഈ മുടന്ത് പനി വന്നു. അത് ഡോക്ടർ ഒരു ഇഞ്ചക്ഷനും അത് 2 or 3 ഗുളികയും തന്നപ്പോഴത്തേക്ക് അത് മാറി. ഈ 9 വർഷത്തിനിടയിൽ എനിക്ക് ഈ നാടൻ പശുക്കൾക്ക് അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. മുടന്ത് പനിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു സാറേ? അത് ഓപ്പോസിറ്റ് സൈഡിലുള്ള വലത് കാലും ഈ ഇടത് കൈയും, അല്ലെങ്കിൽ ഇടത് കൈയും വലത് കാലും തറയിൽ ടച്ച് ചെയ്യാൻ അവർ പ്രയാസം കാണിക്കും. അതിങ്ങനെ പൊക്കി ചവിട്ടി നിൽക്കും. നല്ല ടെമ്പറേച്ചർ കാണും, പനിയുണ്ടാവും. മൂക്കിൽ കൂടെ വരുന്ന ശ്വാസത്തിന് ചൂട് കൂടും. പിന്നെ സെക്രീഷൻസ് അകത്തുനിന്ന് വരും. ഈ മോന്തയുടെ അവിടുത്തെ കറുത്ത ആ ഭാഗം ഡ്രൈ ആവും. ആഹാരവും കുറയ്ക്കും. ഇത് നമുക്ക് അസുഖം വന്നു ചികിത്സയിലൂടെ എത്ര ദിവസത്തിനകത്ത് നമുക്ക് 3 ദിവസത്തിനകം നോർമലാവും. ചികിത്സിച്ചാലും ഇല്ലെങ്കിലും 7 ദിവസം. പിന്നെ നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് ഒന്നും വേണ്ട, പാരസെറ്റമോൾ പോലത്തെ അതെന്തോ അതുപോലത്തെ എന്താ അവർക്കുള്ളത് അത് കൊടുക്കത്തേ ഉള്ളൂ. ഇപ്പം ഒരു ക്ഷീരമേഖലയിൽ നിൽക്കുന്ന ആളിന് നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്താണ്? പശുക്കളുടെ അസുഖങ്ങൾ തന്നെയാണ്. അത് എനിക്ക് ഈ പാലിന്റെ വിലയായി കിട്ടിയിട്ടുള്ള അതിൽ കൂടുതൽ എനിക്ക് പശുക്കളുടെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവാക്കേണ്ടി വന്നിട്ടുണ്ട്. അതും കൂടെ അവര് കുറച്ച് കൂടെ അകിട് വീക്കം വരും, കുളമ്പ് രോഗം വരും. ഇത് രണ്ടും പ്രധാനം. ഈ മാറ്റില് നിർത്താതിരിക്കാൻ പറ്റത്തില്ല. കാരണം അല്ലെങ്കിൽ അതിന്റെ മുട്ട് തൊലി എണീക്കുമ്പോഴത്തേക്ക് കിടക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് ഇത് മുറിവ് പറ്റും. അപ്പം നമ്മൾ ഈ മാറ്റ് മേടിച്ചിടും. ഈ മാറ്റ് കുളമ്പിന് പറ്റിയതല്ല. കുളമ്പിന്റെ അടിയിൽ ക്യാവിറ്റീസ് ഉണ്ടാവും. അത് ഉള്ളിലേക്ക് ഇത് എത്തുമ്പോഴത്തേക്ക് അത് ഭയങ്കര പെയിൻ ഉണ്ടാവും. ഇത് കലശലായിട്ട് ഉള്ള കറവ പശുക്കൾക്ക് അവര് ഈ തീറ്റയും വെള്ളവും കുടിക്കുന്നത് തന്നെ കുറയ്ക്കും. അതോടെ പാലും കുറയും. എനിക്ക് 22 ലിറ്റർ പാലൊക്കെ ഒന്നാമത്തെ കറവയ്ക്ക് കിട്ടിയിരുന്ന പശു അത് ഇവിടെ തന്നെ ഉണ്ടായി വളർത്തിയ കുട്ടിയാണ്. അതിന് 2ാമത്തെ പ്രസവം കഴിഞ്ഞ് 3 or 4 ദിവസം കറന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇത് തീറ്റയും അങ്ങ് വെള്ളം കുടിയും ഒക്കെ അങ്ങ് നിലച്ചു. പിന്നെ കറവ് 4 ലിറ്ററിലേക്ക് പാലും കുറഞ്ഞു. ജോയിന്റ് ഡയറക്ടറെ നമ്മുടെ ഫാമിലേക്ക് പിന്നെ നമ്മൾ ചികിത്സയ്ക്കായിട്ട് അപ്രോച്ച് ചെയ്തത് അവിടെ മുതലാണ്. അപ്പം അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് പുള്ളി പരിശോധിച്ച് ഒക്കെ നോക്കിയിട്ട് പറഞ്ഞത് ഇതാണ് പ്രശ്നം. ഇതിൻ്റെ കുളമ്പിൽ ക്യാവിറ്റീസിലൂടെ ബാക്ടീരിയ കടന്നതാണ്. അതിന് വേദന സഹിക്കാൻ പറ്റാതെ തീറ്റയും വെള്ളവും എടുക്കാത്തതാണ്. അപ്പം പുള്ളി തന്നെ അപ്പോഴേ അതിൻ്റെ ഒരു കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കുളമ്പ് ചെയ്യുന്ന ഒരാളിനെ വിളിച്ച് പിറ്റേന്ന് വരാനായിട്ട് ഏർപ്പാട് ചെയ്തു. അങ്ങനെ അയാൾ അടുത്ത ദിവസം വന്നു. ഇത് കുളമ്പിൽ അത് കൂടുതൽ ഈ പെയിനുള്ള കാലിലെ ഒരു കുളമ്പ് ഷേപ്പ് ചെയ്തിട്ട് അതിനകത്ത് ഒരു തടി കഷ്ണം ഒട്ടിച്ചു. അപ്പം ഇതിന് എണീക്കാനും കിടക്കാനും ഇത് ഉപയോഗിക്കാം. അപ്പം അത് ആ ഭാഗത്ത് പെയിൻ വരില്ല. എന്നിട്ട് മറ്റേടത്ത് ഇത് തുരിശും മറ്റെന്തോ മരുന്നും ഒക്കെ ചേർത്ത് വെച്ച് ഡ്രസ് ചെയ്ത് അങ്ങനെ നിർത്തി. 3ന്റെ അന്ന് പശു നന്നായിട്ട് തീറ്റയും വെള്ളവുമൊക്കെ കുടിച്ചു. പാലുമൊക്കെ ഉൽപാദനം കൂടി. അങ്ങനെ അതോടെ ആ അസുഖം മാറിക്കിട്ടി. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എല്ലാ പശുക്കൾക്കും കുറേശ്ശെ ഈ പ്രോബ്ലം ഉണ്ട്. അങ്ങനെ അതിന് ആ ഡോക്ടറും പിന്നെ നമ്മളുടെ ഈ രമേശ് എന്ന് പറയുന്ന ഡോക്ടറും ചില മാർഗങ്ങൾ പറഞ്ഞു തന്ന് ഞാൻ അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെ ഈ കാറിൻ്റെ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന കരി ഓയിലിൽ ഈ തുരിശ് ഇട്ട് അത് ഇതിൻ്റെ ഇവർ കിടന്ന് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പരട്ടി കൊടുക്കും. പിന്നെ ഈ കാല് ചവിട്ടാൻ പറ്റാത്ത തരത്തിൽ എത്തിയ പശുക്കൾക്ക് ഈ ഫോർമാലിൻ ലായനിയിൽ അത് കുറച്ച് ഒരു 20% ലായനിയിൽ ഈ പാള കൊണ്ടുവന്ന് അതിനകത്ത് വെള്ളം ഒഴിച്ച്
ഇവർക്ക് അതിലോട്ടങ്ങ് ചവിട്ടി നിൽക്കാൻ എളുപ്പം. അതെ. അങ്ങനെ ഞാൻ ഡെയിലി കുറച്ച് സമയം നിർത്തി അത് കൺട്രോൾ ചെയ്ത് ശരിയാക്കിയെടുത്ത് അങ്ങനെ പിന്നെ എനിക്ക് അതൊരു പ്രശ്നമല്ലാതെ ആയി മാറി.